ഇത് ഞാൻ കഥ പറയുന്നതല്ല. DC ബുക്സ് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ വിനിൽ പോളിൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ പുസ്തകത്തിലെ ഭാഗങ്ങളാണ്. ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ്. കഴിഞ്ഞ വർഷത്തെ കൃതിയാണ്, നോവലല്ല, ചരിത്ര കൃതിയാണ്. എന്തിനാ പറഞ്ഞേ? മാടത്തി എന്നു പേരുള്ള അടിമപ്പെൺകുട്ടിയെ ഈ പോത്തിനോട് കൂടെ നിലമുഴാൻ വിടുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള ത്രാണി ആങ്ങളക്കില്ല, അവളുടെ ഹസ്ബൻഡിനില്ല. അപ്പോഴൊക്കെ ഈ പാവം മനുഷ്യൻ കരയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു, യേശു അടിയാർ, വിലക്കാൻ പോലും ത്രാണിയില്ല. ഒടുക്കം കാണുന്ന കാഴ്ച, പോത്ത് വേഗത്തിലോടുക, ഈ സ്ത്രീക്ക് ഓടിയെത്താൻ വയ്യ. അവർ കുഴഞ്ഞ് താഴേക്ക് വീഴും മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ച് താഴേക്ക് വീഴുന്ന കുഞ്ഞിനെ ആ ചെളിക്കൊണ്ടിരുന്ന് പൊക്കിയെടുക്കാൻ ത്രാണിയില്ലാത്തവളായി ആ സ്ത്രീ മുമ്പോട്ട് വീണ് മരിച്ചു. ചെളിവെള്ളത്തിൽ കുഴഞ്ഞ് ഒരു മത്സ്യം നീന്തിക്കളിക്കും പോലെ കുറച്ചു നേരം കൈകാലിട്ടടിച്ച് ആ കുഞ്ഞും മരിച്ചു വീണു. ഇത് ദൂരെ നടന്ന സംഭവമല്ല. ഏതാണ്ട് 80-85-90 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം കടന്നുപോയ പരിസ്ഥിതി ഇതായിരുന്നു എന്നോർക്കണം. ഇത് നിന്ന് അറിവ്, വിദ്യ, പുരോഗമന ബോധം, വികസിതമായ ചിന്ത, കാലോചിതമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ മനുഷ്യനേറെ പ്രയോജനപ്പെട്ടത് വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് എല്ലാ മനുഷ്യരിലേക്കും ഈ സന്ദേശം കൊണ്ടെത്തിക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടെയാണ് ക്രിസ്തീയ മിഷണറിമാർ പ്രവർത്തിച്ചത്, സ്കൂളുകൾ ആരംഭിച്ചത്. ആ കലാലയങ്ങളിൽ നിന്ന് പഠിച്ച് സയൻറ്റിസ്റ്റായവർ, രാഷ്ട്രപതി വരെ ആയവർ, സമൂഹത്തിൻ്റെ ഉന്നത നിലവാരങ്ങളിൽ കടന്നു ചെന്ന ആളുകൾ നിൽക്കവേ ഇന്ന് നിങ്ങൾ ഈ ബൈബിളുമായിട്ട് എവിടെ വന്നതെങ്കിൽ ഇത് ഉലകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. ആ പുസ്തകത്തെ പ്രസംഗിക്കുന്നതും അതിലൂടെ പാടുന്നതും ധ്യാനിക്കുന്നതുമെല്ലാം ദേശത്തിന് വലിയ രൂപാന്തരത്തിൻ്റെ ശക്തിയാണ്. ദേശത്തെ മാറ്റിമറിക്കുന്ന ദൈവകൃപയുടെ ആന്തോളനം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതിനെ കേവലം മതപരിവർത്തനമെന്ന് ചുരുക്കി കാണരുത്. മനുഷ്യരാശിയെ മുഴുവൻ മാറ്റിമറിക്കുന്ന ആത്യന്തിക സത്യത്തിൻ്റെ സത്തയാണത്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ രാജ്യം 80 കൊല്ലമൊക്കെ മുമ്പ്, 90 കൊല്ലമൊക്കെ മുമ്പ് സ്കൂളുകളും അതല്ലെങ്കിൽ നിലത്തെഴുത്ത് അഭ്യസനങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. ഓല പഠിച്ചിരുന്നു. ഓലയൊന്നും എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല. പ്രാകൃതമായൊരു അന്തരീക്ഷമായിരുന്നു അത്. ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ മഹത്തരമാണെന്ന് ആളുകൾ പറയും. ഈ ഓലയിൽ എഴുതി പഠിച്ച് നമ്മൾ ഹരിശ്രീ കുറിച്ച പഴയ പാഠങ്ങളൊക്കെ ഇവിടെ പഠിച്ച് ചിലർ മാത്രം പഠിക്കാൻ അനുവാദമുള്ള കാലത്തിന് 1000 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നെന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ എഴുത്തുവിദ്യയൊക്കെ പഠിച്ച് ഇതിലെഴുതുന്നതിന് 1000 കൊല്ലം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. മനസ്സിലായില്ലേ? അവർ വില്യം ഷേക്സ്പിയറെ, ഷെല്ലിയെ, കീറ്റ്സിനെ, ഐസക് ന്യൂട്ടനെ, ആൽബർട്ട് ഐൻസ്റ്റീനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ജാതി വിവേചനത്തിൻ്റെ, വർഗവർണ്ണ ബോധത്തിൻ്റെ, പരസ്പരം കൈകൊടുക്കാത്ത, പരസ്പരം ഭക്ഷണം കഴിക്കാത്ത, വഴിയിൽ കണ്ടാൽ മാറിപ്പോകുന്ന കടുത്ത വർണ്ണവിവേചനത്തിൻ്റെ വല്ലായ്മയാണെങ്കിൽ ആ നെടുങ്കോട്ടകളെ മുഴുവൻ ഭസ്മീകരിച്ച് മാനവികത എന്ന ആശയം മനുഷ്യരാശിക്കുള്ളിൽ കൃത്യം കൊണ്ടെത്തിക്കാൻ കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ 5 വൻകരകളിലും ഒരുപോലെ പടപ്പുറപ്പാട് നടത്തിയ മഹത്തരമായ ആശയത്തിൻ്റെ പേരാ സുവിശേഷം. ഇതേതൊക്കെ രാജ്യങ്ങളിൽ ചെന്നോ ആ രാജ്യങ്ങളിലെല്ലാം മനുഷ്യന് വെളിച്ചമുണ്ട്, ആധുനികതയുണ്ട്, ആധുനിക വിദ്യാഭ്യാസമുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സ്വാധീനമുണ്ട്. അതിൻ്റെ ആധുനികമായ മാറ്റങ്ങൾ, ജീവിതക്രമങ്ങളെ ആ സംസ്കാരം ഉൾക്കൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഈ ജൂത സംസ്കാരത്തിൻ്റെ അതിൻ്റെ തനിമയിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി കൂടി രൂപപ്പെടുന്നത് നമുക്കറിയാം. അന്ന് യാക്കോബിൻ്റെ കാലത്ത് തന്നെ മനുഷ്യർ, അവർ യഹൂദന്മാർ വിശ്വസിച്ചു പോന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ചു. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. അതൊരു മഹത്തര സംസ്കാരമാണ്. എന്തെന്നാൽ അതിലൊരു ശാസ്ത്രമുണ്ട്, അതിലൊരു നിഗമനമുണ്ട്.
മുമ്പ് ഇവിടെ വന്ന് അധ്യക്ഷൻ ആമുഖമായി പറയുമ്പോൾ ഒരു വേദഭാഗം പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. അവിടെ എന്താ പറയുക? അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിലൊന്നും വാസം ചെയ്യുന്നില്ല. ഒരുവനായ ദൈവത്തെപ്പറ്റി, ഒരു പ്രപഞ്ചനാഥനെപ്പറ്റി അവിടെ പ്രസംഗിക്കുക, പഠിപ്പിക്കുക. എന്തുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ടെന്ന് പറയാൻ കാരണം? ഈ ചരാചരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ഒരുവനാണെന്ന് പറയാൻ കാരണം പറയാം. ഞാനിവിടേക്ക് വരുമ്പോൾ നിലമേൽ എന്നൊരു സ്ഥലത്ത് വലിയ തിരക്കാണ്. പിന്നെ വന്ന് നമ്മുടെ ബാലരാമപുരത്താണ് തിരക്കുള്ളത്. ബാലരാമപുരത്തും നല്ല തിരക്കുണ്ട്. കാരണം റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന വാഹനങ്ങളുണ്ട്, അത് തടഞ്ഞ് വിടണം. അപ്പോൾ അവിടെ ഒരു 2-3 പോലീസുകാരുണ്ട്. ഇവർ 3 പേരും 3 രൂപത്തിൽ കൈ കാണിച്ചാൽ എന്തു സംഭവിക്കും? വണ്ടി ഇടിക്കും, വലിയ ആക്സിഡൻ്റ് ആവും. കാരണം ഇവർ തമ്മിലൊരു ധാരണയിൽ അതിലൊരു ക്യാപ്റ്റനുണ്ട്, അതിലൊരു ഹെഡ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അതിന് കീഴിലൊരു സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഹോം ഗാർഡ്, ഇവരൊക്കെ നിന്നിട്ട് പ്രധാനി ഒരുവൻ്റെ നിർദ്ദേശമനുസരിച്ച് കൈ കാണിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും, ആക്സിഡൻ്റ് ഉണ്ടാകും. ഒരാൾ വേണം പ്രധാനി. 2 തരം ഉത്തരവ് വന്നാൽ പാലിക്കാൻ പറ്റില്ല. 2 തരം കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ യോജിച്ചു പോകാനാവില്ല. ഇത് ഞാൻ പറയുന്നതല്ല. ഗ്രീക്ക് ചിന്തകനായ ഹിറോക്ലാറ്റിസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഹെറാക്ലിറ്റസ് പറയാണ്, നിങ്ങൾ ഈ മനോഹര പ്രപഞ്ചത്തിലേക്ക് നോക്കുക. നദി താഴോട്ടൊഴുകുന്നു, അത് കടലിൽ ചേരുന്നു. ആ കടൽ ഘനീഭവിച്ച് ബാഷ്പീകരിച്ച് വെള്ളം മുകളിലേക്ക് പോകുന്നു. അത് മുകളിൽ ചെന്ന് മേഘമായി നിൽക്കുന്നു. ആ മേഘം വീണ്ടും പെയ്തിറങ്ങുന്നു. അതിൻ്റെ പേര് ജലപരിവൃത്തി എന്നാണ്. ഒരു ചക്രം കണക്കെ അത് സംഭവിക്കുന്നു. ഞാൻ കുറേ കൂടി ആഡ് ചെയ്യാം അതോട് ചേർത്ത്. ഭൂമി കറങ്ങുന്നു. സാങ്കല്പികമായ ഒരു അച്ചുതണ്ടിൽ ഭൂമി ചുറ്റിത്തിരിയുന്നു. ഭൂമി തിരിയുന്നതിനനുസരിച്ച് ഭൂമിയെ ചന്ദ്രൻ വലം വയ്ക്കുന്നു. ചന്ദ്രനും ഭൂമിയും ആ കറക്കം നിർത്താതെ കറങ്ങിക്കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്നു. സൗരയൂഥത്തിൽ ഇത്തരമൊരു ഭ്രമണാത്മകതയുടെ താളം നിങ്ങൾക്ക് കാണാം. കൃത്യമായ ആ താളം, കൃത്യമായ ഓർബിറ്റലിലൂടെ അതിൻ്റെ സഞ്ചാരം, അതിൻ്റെ ചലനത്തിന് പോലും ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുക, ഈ ചലനം ഒന്ന് നിലച്ചാൽ എന്താണ് സംഭവിക്കുക? അതിന് റിവേഴ്സ് പ്രഷറുണ്ട്. നമുക്കറിയാം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ അത് നിന്നിട്ട് തിരിച്ചൊരു പ്രഷറടിക്കും. ആ സമ്മർദ്ദം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും? കടലിളകി കരയിൽ കയറും. വലിയ കുറ്റൻ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകും. ഇതുവരെ കാണാത്ത വിധത്തിൽ കൊടുങ്കാറ്റുകളുണ്ടാകും. സുനാമി തിരകൾ കണക്കെ ഭൂമി വെള്ളത്തിലൊരിക്കൽ കൂടി അങ്ങനെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇതിനൊക്കെ കാരണം ഈ കറക്കമൊന്ന് നിശ്ചലമായാൽ മതി. ഒരു ജീവജാലത്തിനും നിൽക്കാൻ കഴിയാത്ത വിധം അത് തിരിഞ്ഞു കുറേ കറങ്ങുന്ന ഒരു പരിസ്ഥിതിയൊക്കെ സംജാതമാകും. അങ്ങനെ ഇളകിപ്പോകാതെ ഭൂമി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചിട്ട് നിയതമായൊരു നിയമമിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനെ ആകർഷണ വലയം കൊണ്ട് കറക്കി അത് സൂര്യന് ചുറ്റും കൂടി പ്രദക്ഷിണം ചെയ്യത്തക്ക വിധം അനവധി കോടാനുകോടി നാളുകളായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് പലരാണെങ്കിൽ അവിടെ കൂട്ടിയിടി നടക്കും. പക്ഷേ അണുവിട തെറ്റാതെ, ക്രമം തെറ്റാതെ, കൃത്യമായ ഋതുക്കളും ഹേമന്തവും ശിശിരവുമൊക്കെ നമുക്ക് തന്നുകൊണ്ട്, മനോഹര കാലാവസ്ഥ തന്നുകൊണ്ട് ഈ ഭൂമിയെയും ചരാചരങ്ങളെയും മുഴുവൻ നിയന്ത്രിച്ചാക്കുന്ന ഒരു സർവാധികാരി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നത് ഉയർന്നൊരു സംസ്കാരമാണ്. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് അവർ പറഞ്ഞു. എന്താണെന്ന് അവർ പറഞ്ഞു? ആ ദൈവം രൂപരഹിതനാണ്. ഒരു രൂപം ആ ദൈവത്തിൻ്റെ പേരിൽ പറയാൻ പാടില്ല. ചിന്ത പിന്നെയും വികാസം പ്രാപിക്കുകയാണ്. ഈ ജനതയെ പിന്നെയും പഠിപ്പിച്ചു. സാഹോദര്യത്തിൻ്റെ, പരസ്പര ബന്ധത്തിൻ്റെ ഒക്കെ വലിയ ആശയങ്ങൾ. അങ്ങനെ മറ്റാർക്കും കിട്ടാത്ത ദൈവിക വെളിപ്പാടുകളുടെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു ജനത. കർത്താവ് പറഞ്ഞു, നീ
ഈ പുസ്തകത്തിലെ പ്രമാണങ്ങളെ അറിയാതെ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകും. യഹോവ ലോകത്തിലെ സകല ജനത്തിൻ്റെ ഈ നടുവിൽ നിന്നെ അത്യധികം മാനിക്കും. ഇത് വിട്ടുപോയാൽ സംഭവിക്കുന്ന പറയാണ്, നിന്നെ ഉലകത്തിലെങ്ങും ചിതറിക്കും. സത്യേക ദൈവത്തിൻ്റെ പാത വിട്ടുപോയാൽ നീ പോകുന്നിടത്തൊക്കെ നിനക്ക് നീ ഒരു കെണിയായിരിക്കും. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് അവൻ്റെ മുമ്പിൽ വെച്ചു, നന്മയും തിന്മയും. ഇതിൽ ഏറ്റക്കുറച്ചിലുകളുടെ കയറ്റിറക്കങ്ങളായിരുന്നു ജൂതൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രം. ആ ചരിത്രത്തെ ഗതി തിരിച്ച് വിട്ടുകൊണ്ട് ഒരു സംഭവം ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്തുണ്ടായി. അതെന്താ? കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ജഡപ്രവേശം, അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ജഡത്തിൽ വന്നു. ചിതറിക്കിടക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടുന്ന, കലഹിക്കുന്ന, ദൈവവഴി വിട്ടുപോയ ജൂത സംസ്കാരത്തെ, ജൂത സമൂഹത്തെ തൻ്റെ ജീവിതം കൊണ്ടൊരു കാര്യം പഠിപ്പിച്ചു. യെശയ്യാ പ്രവചിച്ചിരുന്നല്ലോ, ഒരു രാജാവ് നീതിയോടെ വാഴും. നീതിയോടെ വാഴുന്ന രാജാവായവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ജൂത സമൂഹം അവനെ തിരസ്കരിച്ചു. സ്വന്തം ശിഷ്യൻ ഒറ്റിക്കൊടുത്തു. 30 വെള്ളി നാണയങ്ങൾ വിലയിട്ടുകൊണ്ട് ഒറ്റിക്കൊടുത്തു. പക്ഷേ സന്തോഷം, യേശുക്രിസ്തുമായി ബന്ധപ്പെട്ട് 240 പരം പ്രവചനങ്ങൾ പ്രത്യക്ഷവും പരോക്ഷമായി പഴയ നിയമത്തിൻ്റെ പലയിടങ്ങളിൽ കിടക്കുന്നു. തിരുവെഴുത്ത് നിവൃത്തിയാകാൻ സംഗതി വരേണ്ടതിന് യേശുക്രിസ്തുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കൃത്യതയോടെ അവനിൽ നിറവേറി. ഒടുക്കം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ആത്യന്തിക ലക്ഷ്യം ഉലകം മുഴുവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ദൈവ പദ്ധതിയിലെ നിർണായകമായ ഒരു ആഹ്വാനം അങ്ങനെ സംജാതമായപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ചുരുക്കം ചില ജൂതന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമൂഹത്തിൻ്റെ ഇടയിൽ കർത്താവായ യേശുവിനെ സ്വീകരിച്ചു വന്ന ചെറിയ ജനതയെ വിളിക്കുന്ന പേരാ ജൂവിഷ് ക്രിസ്ത്യൻസ്. ഇന്നും അവരുണ്ട്. ജൂവിഷ് ക്രിസ്ത്യൻസ് ചെറിയൊരു വിഭാഗം ആളുകളാണ്. ജൂതന്മാരുടെ ആ 12 ഗോത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവരിൽ അപ്രത്യക്ഷരായവരെയൊക്കെ DNA ടെസ്റ്റ് വഴി കണ്ടെത്തുന്നുണ്ട്. ഇതിനിടയിൽ 1-ാം നൂറ്റാണ്ടിൽ ഈ 12 ഗോത്രങ്ങൾ ചിതറി പല വഴിക്ക് പാർക്കുക. യാക്കോബ് തൻ്റെ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. അപ്പോൾ ഈ കത്ത് ഒരു ജൂത സ്വഭാവമുള്ള ലേഖനമാണ്. അതിനുള്ളൊരു സന്ദേശം നമ്മോട് പറയുക, നമുക്ക് കൂടി പ്രസക്തമായ ഒരു സന്ദേശം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ജൂതന് വേണ്ടി ദൈവം ഒരാലോചന പറഞ്ഞെങ്കിൽ നെയ്യാറ്റിൻകരയുള്ള നമുക്കെന്താണ് അതുകൊണ്ടുള്ള നേട്ടം? നമുക്കത് ബാധകമാണ്. നെയ്യാറ്റിൻകരക്കാർക്ക് എഴുതിയ ലേഖനം ഉണ്ടാകും, തിരുവനന്തപുരംകാർക്ക് എഴുതിയ ലേഖനം ഇല്ലല്ലോ, കൊരിന്ത്യർക്കല്ലേ. അതിന് നമ്മൾ വായിക്കുന്നത് സാമാന്യ യുക്തിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയുടെ വ്യാപ്തി എവിടെ വരെയാണെന്ന് അറിയണ്ടേ? കേരളവും ലക്ഷദ്വീപും അല്ല, കോടതിക്ക് എത്രമേ ജൂറിസ്ഡിക്ഷനുള്ളൂ. പക്ഷെ ആ വിധി ഇന്ത്യ മുഴുവൻ ബാധകമാണ്. മനസ്സിലായില്ല? അലഹബാദിലെ ഹൈക്കോടതി വിധിയിട്ട കേരളം വരെ ബാധകമാണ്, ഇന്ത്യയിലെവിടെയും ബാധകമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സുപ്രീം കോടതി പോയി ഒന്ന് ചലഞ്ച് ചെയ്യാം. സുപ്രീം കോടതി ചിലപ്പോൾ അത് റദ്ദ് ചെയ്തേക്കാം ആ വിധി. ഹൈക്കോടതികളുടെ അധികാരം എന്താ? കേവലം ആ ടെറിട്ടറി മാത്രമല്ല അതിൻ്റെ അധികാരം. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് നോട്ടീസ് അയക്കും, NIAക്ക് നോട്ടീസ് അയക്കും, CBIക്ക് നോട്ടീസ് അയക്കും. ഇവിടെ വരാൻ വിളിക്കും, കൊച്ചി വന്നേ പറ്റൂ, അതിൻ്റെ പ്രതിനിധി വരണം, കാര്യം പറഞ്ഞേ പറ്റൂ. അങ്ങനെയൊക്കെ നിയമമുണ്ട്. അതാണ് അടുത്ത കാലത്ത് നമ്മൾ കോടതിയിൽ കണ്ട, സുപ്രീം കോടതി കണ്ടൊരു വിധി. ഗവർണർമാരെ ശാസിച്ചുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഹൈക്കോടതി പുറപ്പെടുവിച്ചാലും മതി ആ വിധി. ഹൈക്കോടതി പുറപ്പെടുവിച്ചാൽ, മദ്രാസിലെ ഹൈക്കോടതി പുറപ്പെടുവിച്ചാൽ അതിനങ്ങ് അരുണാചൽ പ്രദേശും കാശ്മീരും വരെ വാല്യുണ്ട്. മനസ്സിലായോ? ഹൈക്കോടതിക്കുള്ള വലിയ അധികാരമാണത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഓർഡറുകൾ രാജ്യ നിയമമായി മാറും. എൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെയൊക്കെ വാട്സാപ്പിൽ രസകരമായൊരു സന്ദേശം വരാറുണ്ട്.
സുപ്രീം കോടതിയുടെ ഓർഡറാണെന്നൊക്കെ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുന്നവരെ തടഞ്ഞാൽ 2 കേസ് വരുമെന്നൊക്കെ പറഞ്ഞ് അത് തെറ്റായ ഫേക്കായിട്ടുള്ളൊരു ന്യൂസാണ് പരക്കുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല വിധി പുറപ്പെടുവിക്കുന്നതിൻ്റെ സ്വഭാവം. ആരോ ഉണ്ടാക്കി വിട്ടാൽ അതൊക്കെ എവിടുന്ന് പോയി എന്നൊക്കെ അറിഞ്ഞാൽ വേണമെങ്കിൽ കോടതിക്ക് വേറെ കേസെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോടതികളുടെ വിധി, എനിക്കെതിരൊരു വിധി ഇടുക, പൊതു താല്പര്യമുള്ളൊരു വിധി, ആ വിധി നിങ്ങൾക്കും ബാധകമാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ബാധകമാണ്. അത് നിയമമാകും, രാജ്യത്തിൻ്റെ നിയമമാകും. അപ്പോൾ ഹൈക്കോടതിയുടെ, സുപ്രീം കോടതിയുടെ, ബാക്കി കോടതികൾക്കൊന്നും അധികാരമില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പൊതു താല്പര്യമുള്ളൊരു കേസിൽ ഒരു വിധി പറഞ്ഞാൽ ഇന്ത്യക്ക് മുഴുവൻ അത് ബാധകമാണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായി. സ്തോത്രം. ഇപ്പോൾ ഹെൽമറ്റ് ഹൈക്കോടതിയുടെ വിധിയാണ്, ഇന്ത്യയിൽ മാത്രമേ ബാധകമുള്ളൂ, കേരളം മാത്രമേ അത് കൃത്യമായിട്ട് പാലിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ബംഗാളിൽ ഒരുത്തനെ ഈ ഹെൽമെറ്റില്ല പിടിച്ചു. അപ്പോൾ അവിടുത്തെ കോടതി വാദിക്കുന്നത് ഓൾറെഡി കേരള ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്, ഫൈനടിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അവിടെ കേസെടുക്കുക, ഇന്ത്യയിൽ എവിടെയും ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രപഞ്ചനാഥൻ, ഉലകത്തിന് കാരണഭൂതനായ ദൈവം ഒരു നിയമം പറഞ്ഞാൽ ആരോട് പറഞ്ഞു എന്നുള്ളതല്ല, എന്തു പറഞ്ഞു എന്നുള്ളതാണ് ബാധകം. എന്താണ് അതിൻ്റെ ഉത്തരവിൻ്റെ ഉള്ളടക്കമെന്നുള്ളതാണ് ബാധകം. ഹല്ലേലൂയ. അപ്പോഴേ ഇവിടെ അർത്ഥവത്തായൊരു കാര്യം പറയാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ പരീക്ഷ സഹിക്കുക? അടുത്ത വാക്യം പറയുന്നത്, ദൈവം പക്ഷേ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. എന്താ ദൈവം പരീക്ഷിക്കാത്ത? കാരണം ഈ പരീക്ഷയുടെ വിധി എന്തെന്ന് കൃത്യമറിയാവുന്നവൻ നമ്മളെ പരീക്ഷിക്കാറില്ല. കൃത്യമായ വിധി അറിയാം. ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഇന്നലെ യോഗത്തിന് പോകും വഴിക്ക് പോലീസ് വഴിയിൽ നിന്ന് മദ്യപാനികളെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ ഇൻസ്പെക്ടർ മുഖത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാരണം ഞാനൊരു സുവിശേഷകരാണെന്നും എൻ്റെ വൈഫ് തൊട്ടടുത്തിരിക്കുന്നു, മദ്യപിച്ചിട്ടില്ല. പരീക്ഷിച്ച് അത്രയും സമയം കളയേണ്ട കാരണം ബുദ്ധിമാനായ അദ്ദേഹത്തിന് ഈ പോകുന്ന ആളിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ പിന്നെ പരീക്ഷ വേണ്ട. നമ്മെ പരീക്ഷിക്കേണ്ട കാര്യമില്ല. നാം എവിടെ എത്തുമെന്ന് ദൈവം അറിയുന്നു, നാം എന്തായി തീരുമെന്ന് ദൈവം അറിയുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല, ദോഷങ്ങളാൽ അവൻ പരീക്ഷിക്കില്ല. നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ ഒരാൾ നിൽപ്പുണ്ട്. അങ്ങനെ അവൻ നിൽക്കവേ ചിലപ്പോൾ ദൈവം അനുവദിക്കും നമ്മളെ. ആയിക്കോട്ടെ, നമുക്കൊന്ന് കാണണം. നീ പറഞ്ഞ പോലെ അവനെ പരീക്ഷിക്ക്. ഇങ്ങനെ പരീക്ഷകൻ നമുക്കരികിൽ വരും. പരീക്ഷകൻ, ആ പരീക്ഷകൻ എന്ന് പറയുന്ന പദം പിശാച് എന്ന് പരിഭാഷപ്പെടുത്തി പല വേർഷനുകളിൽ കാണാം. അപ്പോൾ മനുഷ്യരാശിയെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ശക്തികൾ ഉലകത്തിലുണ്ട്. നമുക്കതുകൊണ്ട് ഇന്നും ഒരു കാര്യം അറിയാം, പല വീടുകളിലും പരിശോധനകൾ തുടരുകയാണ്. പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെ മനുഷ്യൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ അല്പനേരം പ്രാർത്ഥിച്ചു. ഹാളിൽ നിന്ന് പ്രാർത്ഥിക്കും വേളയിൽ എൻ്റെ മകൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറഞ്ഞു. ഒരു വീട്, ആ വീട്ടിൽ കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു. കടം നിമിത്തം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുകയാണ്. ആ മകൻ്റെ ദരിദ്രാവസ്ഥ കണ്ടിട്ട് ഒരു ഡോക്ടർ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. കുറേ നാളിങ്ങനെ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഗവൺമെൻറ് അവർക്കൊരു വീട് കൊടുത്തു. ഈ വീടിൻ്റെ പണിക്ക് വേണ്ടി ഈ പയ്യൻ സഹായിയായി നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കവേ ഭിത്തിയുടെ മുകളിൽ താഴെ വീണ് കാലൊടിഞ്ഞു. കാലൊടിയുമ്പോഴേക്ക് പ്ലാസ്റ്റിക് കിടക്കുകയാണ്. എക്സാം വരുന്നു. എക്സാം വരുമ്പോഴേക്ക് അവന് ഏതാണ്ട് 25,000 ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത്രയും പണം അടയ്ക്കണം പെട്ടെന്ന്. അപ്പോൾ ഈ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ സ്വാഭാവികമായിട്ട് കോളേജ് വിളിച്ചപ്പോൾ 1 മാസമായിട്ട് ഇവൻ വരുന്നില്ല എന്നത് ആളൊരു ഉഴപ്പനാണെന്ന് കണ്ടെത്തുന്ന പോലെ ആയിത്തീർന്നു. ഇപ്പോൾ ഡോക്ടർക്ക് സഹായിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഇതൊരു പരീക്ഷയാണ്. ഒരു കൊച്ചുകുട്ടിയാണ്, അവന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ്. എന്താണ്? അപ്പൻ മരിക്കുന്നു, വീട് നഷ്ടമാകുന്നു, കൂലി കൊടുക്കാൻ ശേഷിയില്ലാത്ത കൊണ്ട് അവൻ പണിക്കിറങ്ങുന്നു. ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ താഴെ വീണ് കാലൊടിക്കുന്നു. അവന് ഉന്നതമായൊരു ബിരുദം നേടാൻ വേണ്ടി കഴിയുന്ന വഴികളുടെ അന്ത്യത്തിലെത്തുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തരം അവസ്ഥകൾ?
ഇതൊരു പരിശോധനയാണ്. വീണ്ടും കാണാം, അനേകയിടങ്ങളിൽ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് സൗന്ദര്യമുണ്ട്, പഠിപ്പുണ്ട്, അത്യാവശ്യം പൈസ ഉണ്ടാകും വീട്ടിൽ. പക്ഷെ കല്യാണം നടക്കുന്നില്ല. കാരണം നാള് സംബന്ധിച്ച പൊരുത്തമുണ്ടാകുന്നില്ല, ചൊവ്വാദോഷമുണ്ടാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട യോജിപ്പിൻ്റെ പൊരുത്തക്കേട് ചില കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരു പ്രായം വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ഗുരുതര പ്രശ്നങ്ങളുണ്ടാകും എന്നവർ ഭയക്കുന്നു. ചിലതരം ജോലികൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് സമയം പറഞ്ഞു തരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ അത് പ്രശ്നമാകുന്നു. നിങ്ങൾ ഒരു വീട് വെക്കുന്നു. ആ വീട് വെക്കുമ്പോൾ ആ വീടിൻ്റെ ദർശനം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് ആശങ്ക ഉണ്ടാകുന്നു. ഒടുക്കം ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ക്രമം തെറ്റിപ്പോയാൽ, അവിടെ ഒരു രോഗി വന്നാൽ ആളുകൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് ചേർത്ത് വലിയ മാനസികമായ വ്യഥകളിലെത്തുന്നു. ഞാൻ പറഞ്ഞു, ഇതെല്ലായിടത്തും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ കാണാൻ നമുക്ക് ധാരാളമായിട്ട് സാധിക്കും. ദൈവദാസന്മാരായ ഞങ്ങൾ ഇതേക്കുറിച്ചാണ് പറയുക. ചില വീടുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചില വ്യക്തികൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധനം അക്ഷരാർത്ഥത്തിൽ ഒരു ചങ്ങല കൊണ്ടുള്ളതല്ല. അദൃശ്യ മണ്ഡലത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള സുഗമമായ യാത്രയ്ക്ക് വിഘാതം വരത്തക്ക വിധത്തിൽ പരീക്ഷകൻ അടുത്തു വന്ന് അദൃശ്യമായൊരു ചങ്ങലയിൽ കെട്ടി മുന്നേറാൻ കഴിയാത്തവണ്ണം നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയാം, ലോകത്തിലൊരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ലോകത്തിലൊരു കർമ്മ സംവിധാനങ്ങൾക്കും എത്ര കോടി പണം ചിലവഴിച്ചാലും അതിനകത്തുനിന്ന് പുറപ്പെട്ടു വരാൻ കഴിയുകയില്ല. ഒരു കൗൺസിലിംഗ് സെന്ററിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തതയോടെ അനുഭവങ്ങൾ നിങ്ങൾ പറയാം, ഏത് ദോഷം ബാധിച്ചവനെയും, ഏത് ക്രമക്കേട് ബാധിച്ചവനെയും, ഏത് തകർച്ചയിലകപ്പെട്ടവനെയും ഈ രാത്രി മാടി വിളിച്ച് രക്ഷ സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വം ഉലകത്തിലുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഈ രാത്രി വചനം കേൾക്കുന്നവരെ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ദോഷം എന്തുമാകട്ടെ അത് മാറ്റിമറിച്ച് ക്ഷേമകരമായ ഒരു ജീവിതത്തിന്റെ വഴിയിലൂടെ നിങ്ങളെ നയിക്കാൻ കഴിയുന്നവനെയാ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നത്. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നരുളിയ യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. നോക്കണം, ആഭിചാര കർമ്മങ്ങളുടെ ഗൂഢപ്രവൃത്തികൾക്ക് അവിടെ കടന്നു വരാൻ കഴിയയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ കാത്തു പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും സ്വസ്ഥമാക്കും, അനുഗ്രഹപ്രദമാക്കും. ഹല്ലേലൂയ. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പോര്. ഏത് ചൊവ്വാദോഷവും ഇന്ന് തന്നെ തീർത്തേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മാസം കല്യാണം വിശ്വസിച്ചു വാ. വലിയ വിടുതലാണ് ദൈവം തരാൻ പോകുന്നു കേട്ടോ. പരമ്പരാഗതമായി വീടുകളെ ഗ്രസിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ മേൽക്കോയ്മയെ വെട്ടിമാറ്റി സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്ന മനോഹാരിതയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവം. ഹല്ലേലൂയ. ഇതേ പറയാൻ കാരണം, ഞാനിവിടെ വരുമ്പോൾ അധ്യക്ഷൻ സംസാരിക്കുന്നില്ല കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ പരിസ്ഥിതിയെല്ലാം കടന്നു വന്നവനാണ്. നമ്മൾ അനുഭവിക്കുന്ന വ്യഥകളിലൂടെല്ലാം പിതാവ് പുത്രനെ കടക്കാൻ അനുവദിച്ചു. അതിനാ യേശു വന്നത്. മനസ്സിലായോ? ഇവിടെ വന്ന് കിരീടമൊക്കെ വെച്ച് രാജാവായിരിക്കാൻ വന്നല്ല, മറിച്ച് രാജാവായവൻ ആ കിരീടം ഉപേക്ഷിച്ചിട്ട്, മഹത്വം ഉപേക്ഷിച്ചിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. രോഗങ്ങളെ ചുമക്കാൻ, വേദനകളെ ചുമക്കാൻ, വ്യതകളെ ചുമക്കാൻ, ഹൃദയാന്തർഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന എല്ലാത്തരം തിന്മയെയും ചെറുക്കാൻ യേശുക്രിസ്തു ഇഹലോകത്തിലേക്ക് വന്നു. അതാ സുവിശേഷം. സുവിശേഷം അത്തരം വിടുതലാകട്ടോ. ബാധിക്കപ്പെട്ടവരുടെ, ബന്ധിക്കപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ എല്ലാത്തരം പ്രതിസന്ധിയെയും എന്നേക്കും നിരാകരിക്കുന്ന ശക്തി അത്. നിങ്ങളറിയും, പണ്ട് നമ്മുടെ രാജ്യത്ത് കർണാടകക്കാരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ പേര് പണ്ഡിറ്റ് രമാബായി എന്നായിരുന്നു. പണ്ഡിത രമാബായി. രമാബായി ഒരു ചിത്പാവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. ബ്രാഹ്മണരിലെ ഏറ്റവും കൊടിയ ആളാണ് ഈ പെൺകുട്ടി. വളരെ ബാല്യത്തിൽ തന്നെ അപ്പനോടും
അമ്മയോടുമൊക്കെ ചേർന്ന് പഠനം നടത്തി. പഠിച്ച് സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യം. അവൾ പൗരാണികങ്ങളായ കൃതികളൊക്കെ സംസ്കൃതത്തിൽ നന്നായി ഉച്ചരിക്കാനും പഠിപ്പിക്കാനും പഠിച്ച് ചെറുപ്പത്തിലെ ഈ ബിരുദം കിട്ടി, പണ്ഡിറ്റ് രമാബായി. അവരൊരു കുടുംബമായി അനുഭവിച്ച ചില നിരാശകൾക്ക് നടുവിൽ ഒരു വിടുതൽ തേടി ഒരു ദീർഘകാലടിസ്ഥാനത്തിലെ തീർത്ഥാടനത്തിന് തയ്യാറായി. അപ്പനമ്മയും ഈ പെൺകുട്ടിക്കും കുടുംബവും ഒക്കെ ഉണ്ട്. ഫാണ്ടക്കെട്ടുമെന്തി പഠിച്ച ഓലകളും വിശേഷ ഗ്രന്ഥങ്ങളുമൊക്കെ കയ്യിലെന്തി, അല്പം ഭക്ഷണം കഴിക്കാനൊരു പാത്രവും ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ കയ്യിലെന്തി ഒരു ദീർഘയാത്ര. യാത്രയ്ക്കുള്ള പരിമിതിയുണ്ട്. കാളവണ്ടിയിൽ പോയിക്കൂടാ, അന്ന് തീവണ്ടിയുണ്ട്, അതിലും പോയിക്കൂടാ. കാരണം തീവണ്ടിയിൽ അവർ കടന്നാൽ അവർക്കുണ്ടാകാവുന്ന അസ്പർശ്യത അതവരുടെ ബ്രാഹ്മണിക്കലായ ബോധത്തിനെതിരായി. അത് നടപ്പാണ്, ദീർഘദൂരം നടക്കുകയാണ്. ആരുടെയും ഭക്ഷണം കഴിച്ചുകൂടാ, സഹബ്രാഹ്മണരുടെ പോലും ഭക്ഷണം കഴിച്ചുകൂടാ, അതേ കുലത്തിലുള്ളവരൊക്കെ കഴിക്കൂ. അത്തരം ആചാരനിഷ്ഠയാണ്. പരിണിത ഫലമായിട്ട് വേണ്ടത്ര പോഷകമില്ലാതെ, വേണ്ടത്ര വൈറ്റമിൻ സി ഘടകങ്ങളൊന്നുമില്ലാതെ ഈ അപ്പൻ മെലിഞ്ഞുണങ്ങി. അമ്മയും അങ്ങനെ തന്നെ. ഈ പെൺകുട്ടിയും ക്ഷീണിതയാണ്. നടന്ന് ദീർഘദൂരം പോയി പല ദേവാലയങ്ങളുടെ മുമ്പിൽ കുമ്പിട്ടു പ്രാർത്ഥിച്ചു. അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ച് വഴിയോരത്ത് കിടന്ന് ഇങ്ങനെ പോവാണ്. പക്ഷേ ഈ കുട്ടി ഒത്തിരി നിരാശ. ആ ഘട്ടത്തിൽ ഒരു കുളത്തിലിറങ്ങി കുളിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവൾക്ക് അതിനുള്ളിൽ നിന്ന് ഒരു ശില്പം കിട്ടുകയാണ്. ഈ ശില്പം കയ്യിലെന്തേ? കുളത്തിൽ നിന്ന് മുങ്ങി എഴുന്നേറ്റ് വരുന്ന കുട്ടിയെ കണ്ട ആളുകൾ അവൾക്ക് ചുറ്റും കൂടി. അവൾക്കൊരു ദിവ്യ പരിവേഷം കണ്ടു. അവൾ അരികിലേക്ക് ചെന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ ആളുകൾ ഓടിക്കൂടി. അവളോട് ആളുകൾ പറഞ്ഞു, നീ ഇങ്ങനെ കൈവച്ചാൽ മതി. മാറോടടുക്കി പിടിച്ചിട്ട്, ശില്പം മാറോടടുക്കി പിടിച്ചിട്ട് നീ ആ കരമിങ്ങനെ ഒന്ന് ചൂണ്ടിയാൽ മതി. എല്ലാവരും അവൾക്ക് തൊടാൻ പറ്റില്ല, കാരണം അയിത്തമുണ്ട്. അത്ര ഉയർന്ന ജാതിക്കാരിയാണ്. കുറേ നാളിലെ യാത്രക്കനന്തരം പിതാവ് പട്ടിണി നിമിത്തം മരിച്ചു. തങ്ങൾ കിട്ടുന്ന വഴിപാടും നാണയത്തൊട്ടുകളുമൊന്നും അവർക്ക് ആഹാരം കഴിക്കാൻ ഉതകുന്നില്ല. കടകളിലെ ഭക്ഷണം കഴിക്കാൻ നിഷിദ്ധമാണ്. ഇങ്ങനെ അപ്പൻ മരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ദുഃഖം. തൻ്റെ കയ്യിൽ നിന്ന് ശില്പത്തോട് ചോദിച്ചു, ഞാൻ അനേകർക്ക് നിന്നിലൂടെ ഒരു ആശ്വാസമുണ്ടെന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തു, പക്ഷെ ഇന്നുവരെ എനിക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അപ്പൻ മരിച്ചു, അമ്മ പ്രാണവായു വലിച്ചു കിടക്കുന്നു, നിനക്ക് രക്ഷിക്കാനാകുമോ? ഒടുക്കം അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവേദ്യമായി. ഉണർന്ന അവൾ ഈ ശില്പം വലിച്ചെറിഞ്ഞ് യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ പിന്നാലെ യാത്രയായി. വഴിയോരത്ത് കണ്ടുമുട്ടിയ ഒരു സുവിശേഷക നിമിത്തം കൂടുതൽ വചനത്തിൽ കരുത്താർജിച്ചു. ആ പെൺകുട്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. ഇംഗ്ലീഷ് പഠിച്ചു, ഹിന്ദി പഠിച്ചു, മറാഠി പഠിച്ചു. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ യാത്രയായി. ഈ സ്ഥലങ്ങളിൽ യാത്ര കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് പൂനെയിലെ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് 300-350 ഏക്കറിൽ ഒരു സ്ഥാപനം രൂപപ്പെടുത്തി. സതി എന്നറിയപ്പെടുന്നൊരു ദുരാചാരം നമ്മുടെ രാജ്യത്തിൽ നടക്കുമ്പോൾ 12-10 വയസ്സുള്ള പെൺകുട്ടികളെ 80 വയസ്സുള്ള കാരണവന്മാർ വിവാഹം കഴിക്കുന്ന, പ്രായാധിക്യം കൊണ്ട് അവർ മരിച്ചു വീഴുന്ന പ്രാകൃതമായൊരു സംസ്കാരത്തിനെതിരെ അവൾ സമരം ചെയ്യുകയല്ല ചെയ്തത്. നിരന്തരം കത്തിടപാടുകളിലൂടെ ഈ തിന്മയെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും സതി ഒറ്റപ്പെടുത്തി ഓടിപ്പോകുന്ന കാട്ടിലുമൊക്കെ വസിച്ച പെൺകുട്ടികളെ കൊണ്ടുവന്ന് കൈകാലുകൾ നഷ്ടപ്പെട്ടവരെ, സമൂഹത്തിന് വേണ്ടാത്തവരെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി പാർപ്പിച്ചുകൊണ്ട് 3000-ൽ പരം അന്തേവാസികൾക്ക് ഒരുമിച്ച് പാർക്കാൻ പാകത്തിലുള്ള സ്ഥാപനം അന്ന് രൂപപ്പെടുത്തി. ഇത് കഥ പറയുകയല്ല. 1960-ൽ ഇന്ത്യ മഹാരാജ്യം ആ പെൺകുട്ടിയെ പുരസ്കരിച്ചുകൊണ്ട് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുണ്ടായി.
ഇന്ത്യ പോലൊരു രാജ്യം ആദരിക്കുന്ന ഒരു സ്ത്രീ അല്ലായിരുന്നെങ്കിൽ ഇത്തരം തപാൽ സ്റ്റാമ്പ് പണ്ഡിത രമാബായിയുടെ പേരിൽ പുറത്തിറക്കുമായിരുന്നില്ല. അവിടെ ഞാൻ എന്താണ് പറയാൻ വന്നറിയണ്ടേ? അവരുടെ ഒരു വലിയ പ്രാർത്ഥന ഹാളുണ്ട്. ആ ഹാളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കവേ അവിടെ ഒരു പെൺകുട്ടി പ്രാർത്ഥനയുടെ വേളയിൽ ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഞാനിതാ വായിച്ചിരിക്കുന്നു. ആ വായിച്ച അനുഭവം പോലെ ഇന്നും സാധ്യമാകുമോ? അവിടെ കാണുന്നു, അഗ്നിജാല പോലെ വിളനിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായിക്കൊണ്ട് ദൈവപരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ആളുകൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്നും അർത്ഥവത്താണോ? ആ സഹോദരി പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടട്ടെ. പിന്നെ കാണുന്ന കാഴ്ച അത്ഭുതജനകമായിരുന്നു. ആ ഹാളിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ആളിപ്പടരുന്ന തീയുടെ കാഴ്ച അവർ കണ്ടു. ശരീരത്തിലൂടെ തീ വമിക്കുമ്പോൾ ആളുകൾ തൊട്ടിയിൽ കൊണ്ടത് വെള്ളമൊഴിച്ചു തീ കെടുമെന്നോർത്താണ്. പക്ഷേ ശരീരം പൊള്ളാതെ ആളിക്കത്തുന്ന തീയെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി വായിച്ചവർക്ക് സംശയം തോന്നിയില്ല. അനുഭവങ്ങൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹത്തിൽ പലരെയും സ്വാധീനിച്ചെങ്കിൽ 1906 ഇന്ത്യ മഹാരാജ്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആദ്യത്തെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ അനുഭവം പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനിൽ രൂപപ്പെട്ടെങ്കിൽ ഒരു സാധാരണ സ്ത്രീക്ക് അന്ധവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ തമ്പുരാൻ കൃപ കൊടുത്തെങ്കിൽ അങ്ങനെ ആരംഭിച്ചതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പലയിടങ്ങളിലുള്ള വേർപെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയെങ്കിൽ ജപിക്കുക. ഒരു 1000 റുപ്യ ഇടുക, നിനക്ക് ഇത്ര രൂപ കിട്ടും. നേരാണത്. നിങ്ങൾ 1000 റുപ്യ ഇട്ടു, നിങ്ങൾ അല്പനേരം കഴിച്ചു കഴിയുമ്പോൾ ആ കളി വിജയിച്ചു, നിങ്ങൾക്ക് ഇതാ 10,000 റുപ്യ കിട്ടി. ഒരു കുഴപ്പമില്ല, വലിയ സന്തോഷം. കൈ നനയാതെ പണിയെടുക്കാതെ 10,000 രൂപ കിട്ടുമ്പോൾ സന്തോഷം വലുതാണ്. അടുത്ത ഘട്ടം വീണ്ടും നിങ്ങൾ ഇട്ടു, ഇത്തവണ നിങ്ങൾക്ക് 5,000 റുപ്യ കിട്ടിയേ. അങ്ങനെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ 10,000-4,000 മുടക്കുള്ളൂ. അല്പം കഴിയുന്നു ഈ കമ്പനി നിങ്ങളെ ബന്ധപ്പെടുന്നു. കുറെ കൂടി മുന്തിയ തുക വെച്ചാൽ കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടി പോകുന്ന നിങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടാതെയും വരുന്നു. അപ്പോൾ പറയും ഇതൊരു കളിയാണ്, ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞൊന്നും വരാം, തിരിച്ചു കിട്ടും, വീണ്ടും വിട്ടാട്ടെ. കുറേ കഴിയുന്നു, ഈ 10,000 ഒക്കെ വിട്ട് ലക്ഷങ്ങളിലേക്ക് കിടക്കുന്നു. ലക്ഷങ്ങൾ വീണ്ടും കൂടിയിട്ട് പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ കടം വാങ്ങുന്നു. അപ്പനോടും അമ്മയോടും പറയുന്നു പണം തരാൻ. കടം കിട്ടാൻ വഴികളെല്ലാം അടയുമ്പോൾ മയക്കുമരുന്നുകളുടെ കാരിയേഴ്സായിട്ട് മാറുന്നു. വലിയ ലോബികൾ നിങ്ങളെ സഹായിക്കാനുണ്ട്. ആധാരം പണയപ്പെടുത്തേണ്ടി വരുമേ. ഒത്തിരി കഥകൾ ഇങ്ങനെയുണ്ട്. ഇത് നിന്ന് രക്ഷപ്പെടണ്ടേ? ഞാനൊരു കാര്യം പറയാ, രക്ഷയില്ല സ്നേഹിത. ഊരി വരാൻ പാടാണെന്നേ. അധോലോകം നിന്നെ കൊല്ലും. നിന്റെ നെഞ്ചി പിളർന്ന് നിന്റെ ശരീരം പിളർന്ന് ആ കുടൽമാലകൾ പുറത്തെടുക്കും. ഈ പരിസിലേക്ക് എത്തും. ആരാട് ചെയ്തെന്ന് പോലും അറിയാത്ത വിധത്തിൽ വലിയ ലോബിയിങ്ങ. കുഞ്ഞുങ്ങൾ ഭയത്തിന്റെ കരുനീടില്ല. പക്ഷെ പേടിക്കേണ്ടെന്ന് ഉറപ്പോടെ പറയാൻ കാരണമുണ്ട്. ലോകത്താർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരധോലോകവും തൊടാതെ, ഒരു ദുഷ്ടനും തൊടാതെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന അധികാരമുള്ളവൻ ഒരുവനേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാരമൊന്നും വേണ്ട. ഇതാ ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രഹോവത്തിന് ഇന്ന് ഹേതുവാകുമെങ്കിൽ, ആത്മഹത്യയുടെ മുനമ്പിൽ അതിന്റെ തകർച്ചയില നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇതാ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിന് ഹൃദയം കൊടുക്കാൻ ഇന്ന് നിനക്ക് സാധിക്കുമെങ്കിൽ ഒരു പൂർണ്ണ വിടുതലേ, ഒരു സമ്പൂർണ്ണ വിടുതലേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് തരാൻ ശക്തനായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ആളുകളെ രക്ഷിക്കുന്ന പ്രവർത്തിക്കുക. ഞങ്ങൾ പറയുന്നതേ അദൃശ്യ ബന്ധനങ്ങളെ അഴിക്കുക. അതെങ്ങനെ എൻ്റെ പണി ഓപ്പറേറ്റ് അറിയണ്ടേ? കർമ്മം വേണ്ട, ക്രിയ വേണ്ട, നിങ്ങൾ പണം മുടക്കണ്ട. അഭിഷിക്തന്മാർ ഒന്ന് മുഴങ്കാലിരിക്കും. നിങ്ങളൊരു കാര്യം പറയും, ഇനി കുടിക്കില്ല കേട്ടോ, ഇനി വഷളായി ജീവിക്കരുത് കേട്ടോ, ഇനി ദൈവമകനാകണം കേട്ടോ, ഇനി പ്രാർത്ഥിക്കണം, പഴയ ജീവിതത്തിലേക്ക് പോകരുത് കേട്ടോ. ആ തീരുമാനം എടുത്തിട്ടേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനിരുന്നേ. പാവങ്ങൾ മുഴുവൻ ഒന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി ഒന്ന് ഏറ്റുപറഞ്ഞ്, അബദ്ധവശാൽ സംഭവിച്ചതും മനഃപൂർവ്വമായി സംഭവിച്ചതും ഒക്കെ ഒന്ന് ഏറ്റുപറഞ്ഞിട്ട് ഉപേക്ഷിച്ചേ പഴയ ജീവിതത്തിലേക്ക് ഇനി തിരികെ പോരാതെ വണ്ണം ഞാനിതാ ജയിക്കാൻ തിരുസനിലേക്ക് എടുത്തു വരുമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന ആ പ്രതിരോധം എന്താണെന്ന് പറയാ. നിനക്കെതിരെ നിൽക്കുന്ന ജീവിതങ്ങളുടെ ചിന്ത പോലും മാറ്റിമറിച്ചിട്ട് ദൈവം വലിയ ചെയ്യും. നിന്നെ തകർക്കാതിരിക്കുന്ന ജീവിതങ്ങളുടെ ഉള്ളിൽ പോലും വലിയ മാറ്റം കൊടുത്തിട്ട് നിനക്ക് ഇതുവരെ കിട്ടാത്ത ജീവിതത്തിന്റെ സുഖം, ജീവിതത്തിന്റെ സന്തോഷം, മദ്യം തരാത്ത, മയക്കുമരുന്ന് തരാത്ത, ബാങ്ക് ബാലൻസുകൾ തരാത്ത ഒരു വലിയ ആനന്ദം ജീവിതത്തിൽ തരാൻ കഴിയുന്ന ചിന്തയാണ് സുവിശേഷമെങ്കിൽ ആ സുവിശേഷത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുന്നു. ആ ക്രൂശിനെ ഞങ്ങൾ ഉയർത്തുന്നു. ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ ആ ഭാരങ്ങളുടെ മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നിനക്ക് തോന്നും,
ഞാൻ ഈ പരീക്ഷയൊക്കെ സഹിച്ചത് എനിക്ക് ഗുണകരമായി. ദൈവത്തിലേക്ക് വരുന്നവനെ നോക്കി വചനം പറയുക, അവൻ കൊള്ളാകുന്നവനായി തെളിയും. സംശയണ്ട. കുടിച്ചു ബോധം കെട്ടിട്ടേ മദ്യപാനം നിർത്തുമ്പോൾ ശരീരം വിറയ്ക്കുന്നവനെ, മയക്കുമരുന്ന് നിരന്തരം ഉപയോഗിച്ചിട്ട് അഡിക്റ്റായി പോയവന് ഗവൺമെൻറ് കൊടുക്കും മയക്കുമരുന്ന്. അറിയോ? ട്രഷറി ചെന്ന് മേടിക്കണം. പ്രത്യേക കോട്ടയാ. ഇനി ഉപദേശി ഇത് പറഞ്ഞ കൊടുത്ത് നേരെ ട്രഷറിലോട്ട് ചെല്ലരുത്. ഡോക്ടർ എഴുതണം, ഇതില്ല ഇവന് ജീവിക്കാൻ പറ്റിയില്ലെന്ന്. ഞാൻ തിരുവല്ല ട്രഷറി ഒരിക്കൽ ചെല്ലുമ്പോൾ സാക്ഷ്യം എടുക്കാൻ വേണ്ടി ചെന്ന സമയം അവിടെ കാണുന്നു 18 വയസ്സുകാരൻ മുതൽ 90 വയസ്സുകാരൻ വരെ കുത്തിയിരിക്കുക ഈ സാധനം കിട്ടാൻ. ഒരു കോട്ടയുണ്ട് അവർക്ക്, അത് മേടിക്കുക. നോക്കണേ, അല്ല ദേഹം വിറയ്ക്കുക. വല്ലാത്തൊരവസ്ഥയാണ്. കറുപ്പും മയക്കുമരുന്നുമൊക്കെ ഒരു ഡോസ് ചെറിയൊരളവിൽ അവർക്ക് കിട്ടും. എല്ലാവർക്കും ജീവിക്കാൻ വയ്യ. ഇതാ സ്ഥിതി. പക്ഷെ ഞാനെന്ന് പറയാം, ദേഹം വിറയ്ക്കും നിനക്ക്, കണ്ണു ചുറ്റും നിനക്ക്, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന നിനക്ക് അധിക ദൂരത്തല്ല, ദാ ഇപ്പോൾ വിടുതൽ, ഇപ്പോൾ വിടുതൽ. ഈ ഗ്യാരണ്ടി സുവിശേഷത്തിന് മാത്രമേ തരാൻ പറ്റൂ. ഇപ്പോൾ വിടുതൽ. 1 രൂപയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി നിൻ്റെ രക്ഷയാ. ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് നോടി വാ സഹോദര. നിങ്ങളുടെ മകനിങ്ങനെയാണോ? ഒരു വിടുതലായി ഇന്ന്, സമ്പൂർണ്ണ സൗഖ്യമായി ഇന്ന്. അഭിഷിക്തന്മാർ അധികാരത്തോടെ കൽപ്പിച്ച് അവനിൽ വ്യാപരിച്ച ദുരാത്മാക്കളെ ഓടിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് വരാൻ പറ്റില്ല. കാരണം ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും ഈ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യുന്നവരാ. അത് ദുരാത്മാവാ, പിശാചുക്കളാ. അതുകൊണ്ട് അല്പം കഴിയുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ കുറ്റബോധം പിന്നെ തോന്നുന്നേ. ഞാൻ അതിനൊരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു ജയിലിൽ ഞാൻ സന്ദർശിച്ചു കൗൺസിലിങ്ങിന്. അപ്പം എൻ്റെ കൂടെ പോലീസുകാരുണ്ട് അടുത്ത്. ഞങ്ങളൊരു ടീമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ജയിലിൻ്റെ സിസ്റ്റം ഒരു T ആകൃതിയാണ്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ അഴികളുണ്ട്. ഇവരുടെ സെല്ലുകൾ പിന്നെ അകത്തോട്ട്, അവിടെയും കോറിഡോറാണ്. ഇവരെ കോറിഡോറിൽ ഈ സെല്ല് തുറന്ന് അവിടെ വന്ന് കോറിഡോറിലിരിക്കും. നമുക്ക് സംസാരിക്കാം, പ്രസംഗിക്കാം. ഈ അഴിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാണാം. അപ്പോൾ ഞാനിവരോടൊരു ബന്ധം വേണം, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ. എൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു, ഇവിടെ എന്തോ സന്തോഷക്കുറവ്, ഇവിടെ സുഖമാണ്. ഒരു തർക്കുത്തരം പോലെ. അടുത്ത കാര്യം, ഈ ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഭക്ഷണമൊക്കെ വളരെ തൃപ്തികരം. അപ്പോൾ ഇന്ന് രാവിലെ എന്തഴിച്ചു? ഉപ്പാവായിരുന്നു, പഴ ഉപ്പാവും. ഇന്നലെ വൈകിട്ട് അത് കഞ്ഞിയും കപ്പപ്പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഊണും മട്ടനുമായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ രാത്രി കഞ്ഞി പയറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണം അല്ലേ? കഴിച്ചോ? തൃപ്തിയായോ? തൃപ്തിയായി. ആട്ടെ, കഴിഞ്ഞ രാത്രി നിങ്ങളുടെ അമ്മ എന്ത് കഴിച്ചു കാണും പേടി? നിങ്ങളുടെ ഭാര്യ വീട്ടിൽ എന്ത് കഴിച്ചു കാണും? നിങ്ങളുടെ കുഞ്ഞെ വിശന്ന് കരഞ്ഞപ്പോൾ അതിനെന്ത് കൊടുത്തു കാണും? ഈ ക്രൂരന്മാരം തോന്നിയ ആ സാധുക്കൾ ഏങ്ങലടിച്ച് കരയുന്നവരെ കണ്ടു. പോലീസും കരഞ്ഞ ഒരനുഭവത്തിലേക്ക് എത്തി. അവരതുവരെ അങ്ങനെ വൈകാര്യമായ അനുഭവത്തിൽ ഇവരെ കണ്ടില്ല. എന്താ കാര്യം? ഈ അമ്മ എന്ന പദം നമ്മളെ കരയിപ്പിക്കുന്ന ഒന്നാണ്. അതിന് ഞാൻ പറയാറുണ്ട്, ഏറ്റവും കഠിനാധ്വാനി, ഏറ്റവും ആദ്യം ഉണരുന്നവൾ, അവസാനം ഉറങ്ങുന്നവൾ, ഓരോ ഉറക്കത്തിലും ജാഗ്രതയോടിരിക്കുന്നവൾ, ചെയ്യുന്ന ജോലിക്കൊരിക്കലും അഭിനന്ദനം കിട്ടാത്തവൾ, അർഹതപ്പെട്ട കൂലി കിട്ടാത്തവൾ, അതാണ് അമ്മ. എല്ലാവർക്കും വിളമ്പി ഭക്ഷണമില്ലെങ്കിൽ, ഇന്നത്തെ സ്ത്രീക്ക് അതത്ര അറിയില്ലെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക്, പ്രായമുള്ളവരുടെ അമ്മയ്ക്ക് അറിവുള്ളൊരു കാര്യം, ആ മൺകലത്തിലൂടെ കൈ ഓടിച്ച് കല്ലും
മറ്റ് മാലിന്യങ്ങളുമൊക്കെ കമ്പുമൊക്കെ കിടക്കുന്ന അവസാനത്തെ വറ്റ് വെള്ളമൊഴിച്ച് കഴിച്ചു എന്ന് വരുത്തി തീർക്കുന്ന അമ്മ. ഇങ്ങനെയൊക്കെയാണ് അമ്മ നമ്മളെ വളർത്തിയേ. കുഞ്ഞ് ഭക്ഷിക്കുന്ന അമ്മയ്ക്കിഷ്ടം, കുഞ്ഞിൻ്റെ വയറ് നിറയുന്ന അമ്മയ്ക്കിഷ്ടം. അറിയുന്ന അപ്പനുണ്ട് കേട്ടോ, നീ കഴിച്ചോ എന്ന് ചോദിക്കുന്ന അപ്പനുണ്ട് കേട്ടോ, പരിഗണിക്കുന്ന അപ്പനുണ്ട് കേട്ടോ. പക്ഷെ അതും അതിനുമപ്പുറത്ത് വേദനിക്കുന്ന ഈ അമ്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ കുറ്റവാളികളിലും ചില നല്ല മനുഷ്യരെ കണ്ടു. ഒന്നറിയട്ടെ, ഇവരിൽ നല്ല മനുഷ്യനുണ്ടായിരുന്നേ. കൂട്ടുകെട്ടുകൾ, പ്രലോഭനങ്ങൾ, പരീക്ഷകൾ അയാളെ കൊണ്ട് ചാടിച്ചതേ ഊരി വരാനാവാത്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ കെണിയിൽ ആരൂരും ഇവരെ. ഞങ്ങൾക്ക് രക്ഷപ്പെടണം. എൻ്റെ മുമ്പിലേക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ നിരപരാധികളാണ്. ചിലർ പറഞ്ഞു പറ്റിപ്പോയി. ഒരു നിമിഷത്തെ കോപം. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, രാജ്യം പറയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ അകത്ത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയത്തക്ക വിധം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്ന് പറയാൻ പറ്റില്ല. ദൈവം നിന്നെ ഇവിടുന്നും റിലീസാക്കാൻ ശക്തനാ. പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അകപ്പെട്ടു പോയി ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ വൈതരണിയുണ്ടോ? ഒരു ദുഃഖമുണ്ടോ? ഒരു വേദനയിൽ അകപ്പെട്ടു പോയോ നിങ്ങൾ? മക്കൾ ചെന്ന് ഇത്തരം ഒരു പ്രതിസന്ധി. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. പരീക്ഷകനടുത്ത് വരുമ്പോൾ ആശ്വസിക്കാനൊരിടമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്തരം 100 പ്രതിസന്ധികളുടെ മറുവശത്തു കൂടി യാത്ര ചെയ്ത് ജയോത്സവകരമായി ഇവിടെ വരെ വന്ന ദൈവത്തിൻ്റെ മക്കളാ ഇന്ന് രാത്രിയിലെ നമ്മുടെ സാക്ഷ്യം. സ്ഥലം വേറെ, രീതി വേറെ, വിഷയങ്ങൾ വേറെ. ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നേ, എന്നും പ്രശ്നമാണ് നീ. പക്ഷെ അതിനകത്തും ഒരു സന്തോഷം, ഒരു ആനന്ദം. ആനന്ദത്തിൻ്റെ ആധാരം എന്താണെന്നറിയണ്ടേ? നമ്മൾ തീർന്നു പോകില്ല, നമ്മൾ തകരില്ല. ഇന്ന് യോഗം തീരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഉറപ്പിച്ചു കൊള്ളണം, നമ്മൾ കരുത്ത് കാട്ടി മുന്നേറും, നമ്മൾ ശക്തരായി മുന്നേറും. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകും. ഇതുവരെ കാണാത്ത നിലയിലേക്ക് തമ്പുരാൻ കരം പിടിച്ചുയർത്തുന്ന അനുഗ്രഹത്തിൻ്റെ മാരി കാണാൻ ഇന്ന് കാത്തിരുന്ന് കൊള്ളണം. അപ്പോൾ മനസ്സിലാകും, ഞാൻ പരീക്ഷ അനുഭവിച്ചതേ എനിക്കൊട്ടും മോശമായില്ല. ഞാൻ പുത്തൻ അനുഭവം പ്രാപിച്ച ഈ തിന്മകളെയൊക്കെ സടകുടഞ്ഞെറിഞ്ഞിട്ട ഒരു പുതിയ അനുഭവമായി, ഒരു പുതിയ ശരീരിയായി, രൂപാന്തര ശരീരിയായി എൻ്റെ യേശുവോട് ചേർന്ന് കിടക്കുന്നത് ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതം മാറി ഒരു പുതുമനുഷ്യനായി ഞാൻ മുമ്പോട്ട് പോവാ. നമ്മളെ മാറ്റാൻ കഴിയുന്നവനാ ഈ വിളിക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയുന്നവനാ ഈ വിളിക്കുന്നത്. സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ ഇത്തരം ചിലതെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതാ മനുഷ്യൻ, കുഴപ്പമുള്ളവനാ മനുഷ്യൻ. എല്ലാം തികഞ്ഞവനല്ല. പത്രോസ് എന്നൊരു ക്യാരക്ടറുണ്ട്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിങ്ങനെ 3 പേരാണ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ എപ്പോഴും സന്നദ്ധരായതും യേശു തിരഞ്ഞെടുത്തതും. ഇതിൽ ഈ പത്രോസിനെടുക്കാം. ആളുകൾ നോക്കി നിൽക്കി, ഇദ്ദേഹത്തിന് പാരമ്പര്യമൊന്നുമില്ല, പണ്ഡിതനല്ല, അറിവേ ഇല്ല. അദ്ദേഹം ഗലീലാക്കടൽ തീരത്ത് മത്സ്യബന്ധന തൊഴിൽ ഏർപ്പെട്ടൊരു സാധാരണ മനുഷ്യൻ. മത്സ്യം പിടിക്കാനറിയാം, വല നന്നാക്കാൻ അറിയാം, വള്ളം തുഴയാനറിയാം, വലയും പടകും നന്നാക്കാൻ അറിയാം, മീൻ വിലപേശി വിൽക്കാം. ഇതിനപ്പുറത്ത് അറിവില്ല. അതിന് വിദ്യാഭ്യാസം വേണ്ടല്ലോ, ഒരു സ്കില്ല് മതി, ഒരു കഴിവ് മതി. അയാൾ ദ്രുതഗതിക്കാരനാണ്. സംഭാഷണങ്ങളിലൊക്കെ ആലോചിക്കാത്ത സംഭാഷണ, ചാടിക്കരുള്ള ഉത്തരവാണ്. ആളുകൾ കാണുന്നൊരു ബഹൂണായിട്ടാണ്, എന്തോ കുഴപ്പം പിടിച്ചൊരാൾ. എങ്കിലും പാവം, ശുദ്ധഗതിക്കാരൻ. ഗൗരവത്തിലയാളെ ആരും എടുക്കുന്നില്ല, സീരിയസ് ആയിട്ടയാളെ ആരും കാണുന്നില്ല. അത്ര ഒരു മനുഷ്യൻ, അത്ര ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. അങ്ങനൊരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾ പ്രസംഗിപ്പിക്കില്ല, അങ്ങനൊരു മനുഷ്യനെ പ്രസിഡൻ്റാക്കൂല, അങ്ങനൊരു മനുഷ്യനെ അധ്യക്ഷനാക്കൂല, അങ്ങനൊരു മനുഷ്യനെ നമ്മൾ പാസ്റ്ററാക്കൂല. അതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ ചിട്ടയുണ്ട്, ഇതിനൊരു രീതിയുണ്ട്, ഇതിന് ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കാര്യം നിന്ന് സംസാരിക്കുമ്പോൾ മോശപ്പെട്ട പദങ്ങളും സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വാക്കുകളും പറയാത്ത ആളുകളെ വേണം നമുക്ക്. നമ്മുടെ സെലക്ഷൻ എങ്ങനെയാണ്?
നമ്മളങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഒരു സെലക്ഷൻ കേൾക്കണം. ഇയാളുടെ ബ്രദർ ഉണ്ടായിരുന്നു അന്ത്രയോസ്. അദ്ദേഹം ആദ്യത്തെ ക്രൈസ്തവൻ. അദ്ദേഹം യേശുവിനെ അനുഗമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. ഓടി വീട്ടിൽ ചെന്നു. അന്ത്രയോസ് പത്രോസിനെ വിളിച്ചു, അനിയ നീ ഇവിടെ വാ. വലയും പടകമൊക്കെ വിട്ട് അനിയൻ ഓടി വന്നു. എന്താ ചേട്ടാ കാര്യം? ചേട്ടൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് ഈ പത്രോസ് അമ്പരന്നു. എന്തൊരു സന്തോഷമാണ്! അത് യേശുവിനെ കണ്ടാൽ ആ സന്തോഷത്തിൻ്റെ പ്രകാശനം പറയാൻ പറ്റുന്നതിനപ്പുറത്താ. ഹല്ലേലൂയ. അദ്ദേഹം പറയാ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി, ഒറ്റക്കൊരുത്തൻ കണ്ടെത്തിയെന്ന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തനിച്ച് വിശ്വാസത്തിൽ വന്നവരാകും, ഒറ്റയ്ക്ക് വന്നവരാകും. ആ കണ്ടെത്തലൊന്നും ദോഷമായില്ല. അഭിമാനകരമായ ഒരു അനുഭവമായി തീരത്തക്ക വിധം ദൈവം അനുഗ്രഹിച്ച രീതികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് എന്ന മനുഷ്യൻ ഇതറിഞ്ഞ് യേശുവിനെ കാണാൻ പോവാ. യേശുവിനെ കണ്ടു, അടുത്ത് വിളിച്ചു, വാ, നീയേ യുഹാനയുടെ മകനായ ശിമോനാ? അല്ലയോ ഷിമോൻ. പത്രോസ് എന്നും പേരുണ്ടേ, ഷിമോൻ പത്രോസ് മുഴുവൻ പേര്. അപ്പൻ്റെ പേരാ യുഹാന അല്ലെങ്കിൽ യോഹന്നാൻ. യുഹാനയുടെ മകനായ ശിമോൻ, ഞാനിന്ന് മുതൽ നിനക്കൊരു പുതിയ പേരിടാം, ഖേബ. ഉറപ്പേറിയ ദൃഢചിത്തതയുള്ളൊരു പാറ പോലെ നീ ആകും. നിന്റെ ചാഞ്ചല്യ സ്വഭാവമൊക്കെ മാറും. മനുഷ്യൻ ഇന്ന് കാണുന്ന നിന്റെ ഇമേജ് മാറും, നിന്റെ പ്രതിച്ഛായ മാറും. നാട്ടിൽ നിനക്ക് വിലയില്ല, സമൂഹം നിന്നെ അപമാനിക്കുക. അപകർഷതാബോധത്തിൻ്റെ കൂടാരമല്ലേ നീ? നിനക്കറിവില്ല, പ്രാപ്തി പോരാ, കുടുംബം പോരാ, പണമില്ല, എന്തിനു കൊള്ളാൻ തന്നെ? യൂസ്ലെസ് സമൂഹം വിളിക്കുന്ന പേര്. പക്ഷേ എനിക്ക് നിന്നെ വേണം. നിന്നെക്കൊണ്ട് ഞാൻ മഹത്തരമായ ചില പ്രവൃത്തികൾ ചെയ്യിക്കും. ആ പ്രവൃത്തികൾ ചെയ്യിക്കുക വഴി അതെനിക്ക് വേണ്ടി എന്നതിനപ്പുറത്ത് നിന്റെ രൂപം മാറും, രീതി മാറും, സ്ഥിതി മാറും. പക്ഷെ പരീക്ഷകൾ അടുത്ത് വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു സഹനത്തിന് വേണ്ടി കാത്തിരിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. പത്രോസ് കടന്നുപോയി വലിയ പരിശോധനകളിൽ, പരീക്ഷകളിൽ. അത് മിക്ക പരീക്ഷയും അങ്ങനെ തോറ്റുപോയി. വെള്ളത്തിലിറങ്ങുന്ന കഥ മുതൽ നമുക്കറിയാം. തള്ളിപ്പറയുന്ന ഇടമറിയാം. തോൽവി മാത്രം. പക്ഷെ ഒരു കാര്യം, ഇത്ര തോറ്റിട്ടും വെള്ളത്തിൽ നീ ഇത് ക്രിസ്തുവാകുന്നെങ്കിൽ, യേശുവാകുന്നെങ്കിൽ, ഗുരുവാകുന്നെങ്കിൽ എന്നോട് കൂടെ അങ്ങോട്ട് നടക്കാൻ വരാൻ പറ. ഇതൊക്കെ പറഞ്ഞവനാ. ക്രിസ്തുവാണെന്നോർത്തിറങ്ങി. ക്രിസ്തുവായിരുന്നിട്ടും ചഞ്ചലപ്പെട്ടപ്പോൾ ആഴക്കടലിൽ നിപതിച്ചു, പിടിച്ചു പൊക്കി കരയിലിട്ടു. കർത്താവ് രക്ഷിച്ചു. ഞാൻ എത്ര അനുഭവങ്ങൾ. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് തീരുമാനമെടുത്തു. ഇന്ന് കോഴി കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പരീക്ഷകനെടുത്ത് വരുമ്പോഴൊക്കെ തോറ്റുപോയി. അട്ടെ, തോറ്റ് ഒരു ജയവും കിട്ടാത്ത ഒരാളെങ്കിലും വിടിപ്പുണ്ടോ? ഇടപെട്ടതെല്ലാം തോൽവി. ബിസിനസ് തോൽവിയാ, കൃഷി പരാജയമാ, കലാലയം പരാജയമാ, കുടുംബജീവിതം പരാജയമാ, തൊട്ടതൊക്കെ പരാജയം. പക്ഷെ ഒന്നുറപ്പാ, ഇന്ന് നീ ജയിക്കുന്ന രാത്രി വിശ്വസിക്കണം. ഇന്ന് നിന്റെ ജയമാ. അതിന് പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല, ക്ഷീണം തടസ്സമല്ല, അവസ്ഥകൾ തടസ്സമല്ല. ഇന്ന് നീ വിജയിക്കുന്ന രാത്രി, നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ മനോഹര വിടുതലിൻ്റെ സമയം. പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടു. എപ്പോഴാ? തോറ്റു തുന്നം പാടി തകർന്നവനെ ആർക്കു വേണം? ബഹൂൻ, യൂസ്ലെസ്, മന്ദബുദ്ധി, കളിയാക്കി അപഹസിക്കപ്പെട്ടവൻ, വിഡ്ഢി. ഈ വിളികളുടെ ഇത്യാദി പാർശ്വവൽക്കരണത്തിൻ്റെ ശബ്ദം കേട്ട് മടുത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ മൂലക്കൊതുങ്ങി നിൽക്കുന്നവൻ. സർവോപരി കൂട്ടുകാരുടെ കൈവിട്ടു. കാരണം യേശുവിനെ തള്ളി പറഞ്ഞു. ആവേശം കയറി നീ ഇതുവല്ലം പറയണമായിരുന്നോ? നീ മിണ്ടാൻ നിന്നാ പോരെ? ഞങ്ങളാരും മിണ്ടില്ലല്ലോ. നീയാ പറഞ്ഞേ ആരൊക്കെ തള്ളിയാലും തള്ളില്ലെന്ന് പറഞ്ഞല്ലേ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിന് പോയത്? പൊട്ടിക്കരഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റെന്നറിഞ്ഞിട്ടും വ്യതയോടെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന പത്രോസിൻ്റെ അരിയിലേക്ക്
യേശു വന്നു. അത് കുത്തി നോക്കിക്കാനല്ല, നീ തള്ളി പറഞ്ഞ മോശമായി എന്ന് പറയാനല്ല, ഇനിയും തള്ളി പറയരുതെന്ന് പറയാനുമല്ല. നിന്നെ വിളിച്ച നാളിൽ ഞാൻ നിനക്ക് എന്ന വാഗ്ദത്തം ഇന്ന് പുറത്തെടുത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. നീ അവിശ്വസ്തനായാലും എൻ്റെ വാക്ക് വിശ്വസ്തമാ. നീ കുറവുള്ളവനായാലും എൻ്റെ വാക്കുകളുടെ തൂക്കം വലുതാ. ഈ വചനം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിങ്ങളുള്ള ദൂത, എന്നോടുള്ള ആലോചനയാ. കടന്നു വന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടുള്ള ആലോചനയാ. നിങ്ങൾ ആരെന്നറിഞ്ഞല്ല, ദൈവം ആരെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവം. ദൈവം ഇടപെട്ടു, കർത്താവ് ഇടപെട്ടു. അടുത്തുവാ വിളിച്ചു. കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന കുഞ്ഞിനെ അടുത്ത് വിളിച്ച കുഞ്ഞിൻ്റെ പ്രതീക്ഷ പാപ്പ തല്ലുമെന്ന്. അങ്ങനെയല്ലേ? അങ്ങനെയാ. ഇന്ന് അടി എനിക്ക് ഉറപ്പാ, തല്ല് കിട്ടും. വടിയൊക്കെ ഉണ്ടേ. ആരെങ്കിലേക്ക് വിളിച്ചിട്ട് അപ്പ പറയാ, ബാ. കുഞ്ഞിനെ ആരാ വഴക്ക് പറഞ്ഞേ? അമ്മയാണോ വഴക്ക് പറഞ്ഞേ? ചേച്ചിയാണോ വഴക്ക് പറഞ്ഞേ? നമുക്ക് ചോദിക്കണമല്ലോ. കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് ഇതാരാ? കുഞ്ഞ് പാടെ തിരിഞ്ഞു. തല്ല് പ്രതീക്ഷിച്ച് വന്ന കുഞ്ഞ് പപ്പയുടെ മാറിലേക്ക് ചാരിയപ്പോൾ പപ്പ പറയാ, കുഞ്ഞിനെ പപ്പ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടി തുറക്ക്. ആ പുതിയഴിക്ക്. അത് ഭക്ഷിക്കാനുള്ളത്, ഇത് നിനക്ക് കളിക്കാനുള്ളത്. രണ്ടും എടുത്ത് വെക്കും. കുട്ടിക്ക് ഇഷ്ടം കളിക്കാനുള്ള വസ്തുവാണ്. ഭക്ഷണം കഴിക്കുമെങ്കിലും ഈ കളിക്കോപ്പ് കണ്ടാലേ പ്രതീക്ഷകൾക്കപ്പുറത്ത് വാങ്ങിക്കൊണ്ടുവന്ന വസ്തുവിലേക്ക് അവൻ്റെ കണ്ണ് അങ്ങനെ ഉടക്കും. അവനത് വലിയ ഇഷ്ടമാണ്. അതിലേക്ക് നോക്കും. ഇതുപോലെ വഴിതെറ്റിപ്പോയ പത്രോസിനെ വിളിച്ചിട്ട് പറയാ, ബാ തൊട്ടരിക്ക്. ഒരു ചോദ്യം, നിനക്കെന്നെ ഇഷ്ടമാണോ? പപ്പ ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട ചോദ്യമില്ല. പപ്പ ഇഷ്ടാ. ഒന്നുകൂടെ പറ, നീ എന്നെ സ്നേഹിക്കുന്നു? യേശുവിൻ്റെ ചോദ്യ. വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ എന്ന് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നോ? ഒരു ഉത്തരം കൊടുക്കാമായിരിക്കുന്ന ഇരിപ്പിൽ ഹൃദയത്തിൽ നിന്നൊരു ഉത്തരം വരട്ടെ. ഹൃദയത്തിൽ തട്ടുന്ന ഉത്തരം. ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 വട്ടമാണ് ചോദിക്കുന്നത്. നിന്നെ 3 വട്ടം ചോദിച്ചെന്നറിയണ്ടേ? നീ 3 വട്ടം തോറ്റെങ്കിൽ ഈ ജയ എൻ്റെ ദാനമാണ്. ഇത് ഒരുത്തരം പിടിച്ചു മേടിക്കാൻ കഴിയില്ല. നിന്റെ വിലാസം മാറുക, നിന്റെ സ്ഥിതി മാറുക. ഇന്നലെ വരെ പരിഹസിക്കപ്പെട്ട മണ്ണിലൂടെ ജയാളിയായി പോകാൻ ഈ വചനം നിന്റെ ബലമാ, ഈ പുസ്തകം നിന്റെ ബലമാ, ഈ വാഗ്ദത്തം നിന്റെ ബലമാ. തോറ്റു തുന്നം പാടിയെടുത്ത് വിജയിപ്പിക്കുന്ന മാസ്മരിക ശക്തിയുടെ പ്രദർശനശാലയാ ഈ പുസ്തകം. ജീവനുള്ള ഈ വചനം കയ്യിലല്ല, ഹൃദയത്തിൽ. എന്താ ആർക്ക് താല്പര്യമുണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി തൊടട്ടെ. കർത്താവ് കെട്ടുകളെ മുഴുവൻ അഴിക്കട്ടെ. കർത്താവ് ബന്ധനങ്ങളെ മുഴുവൻ ഭസ്മീകരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വേള കണ്ണുകൾ അടയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരും യോഗം തീരാതെ പോകരുത്. പാട്ടുപാടും സ്തോത്രകാഴ്ച അർപ്പിക്കും. അതിനു മുമ്പ് ഒരു പ്രാർത്ഥന വേള. നിങ്ങൾക്ക് വേണ്ടി വെറുതിരിക്കുന്ന അനുപമമായ ഒരു പ്രാർത്ഥനയുടെ ഘട്ടം. ബാധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ, ബന്ധനസ്ഥനാണ് നിങ്ങൾ, നിരാശയ്ക്ക് അടിമപ്പെട്ട നിങ്ങൾ, മദ്യത്തിന് അടിമപ്പെട്ടവർ വീട്ടിലുണ്ടോ, കേസിൽ പ്രതിയായ കുഞ്ഞുങ്ങളുണ്ടോ, പരാജയത്തിൻ്റെ പടിവാതിലെത്തി നിൽക്കുകയാണോ? പരീക്ഷ സഹിക്കുന്നതിനൊക്കെ ഒരു ജീവകിരീടം, ഒരാശ്വാസ കിരീടം, ഒരു വിടുതലിന് സന്ദർഭം തമ്പുരാൻ വച്ചിരിക്കുന്നു. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അല്ല, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ പ്രാർത്ഥന ഒരു വിടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് യേശുവിനെ അനുഗമിക്കണം, യേശുവിൻ പൈതലാകണം. എൻ്റെ കുടുംബത്തെ ഗ്രസിച്ചിരിക്കുന്ന ഇരുട്ട് മുഴുവൻ മാറണം, അപമാനം മുഴുവൻ മാറണം. ഭാഗികമല്ല, കുറച്ചല്ല, സമ്പൂർണ്ണ വിടുതൽ എനിക്ക് വേണം. നാളെ യോഗമുണ്ട്, നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് രാത്രി വിടുതലായി. ഇന്ന് രാത്രി
അഭിഷിക്തന്മാരാ ഞങ്ങൾ ഒരുമിച്ച് ദൂത് പറയുക, ഇന്ന് രാത്രി വിടുതല. ഹല്ലേലൂയ. നിരവധി നാളുകൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു ആലോചനയും ഒരു ജനവുമായി ഇന്ന് വിട്ടുള്ളത്. ഇന്ന് വിടുതലയക്കുന്ന ദൈവം. ആർക്കാഗ്രഹമുണ്ട്? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് മാത്രം കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന ആവശ്യമുള്ള ചില കരമുയർത്തുന്നു. ഒരു മാതാവ് കരമുയർത്തുന്നു. ചില ചെറുപ്പക്കാർ കരമുയർത്തുന്നു. ഒരു പിതാവ് കരമുയർത്തുന്നു. വീണ്ടും ഒരു പിതാവ് കരമുയർത്തുന്നു. ചില സുഹൃത്തുക്കൾ കരമുയർത്തുന്നു. സഹോദരിമാർ കരമുയർത്തുന്നു. കരങ്ങളെ താഴ്ത്തിയട്ടെ. ഇനിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ, ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ശാന്തമായി കേട്ട ഈ വചനം വഴിയോരത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ കരമുയർത്തുകയല്ല, ആ കരം നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചാട്ടെ. വഴിയോരത്ത് ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് പ്രസംഗനെ കാണാൻ വയ്യ, ഞാൻ വേദിയിൽ നിന്ന് ദൂരെയാ, പക്ഷെ ഞാൻ വചനം കേട്ടു. നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് വിടുതലയക്കുക. തമ്പുരാൻ അവൻ്റെ പ്രവൃത്തി ചെയ്യുക. ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുക. നിരാശ മുഴുവൻ മാറ്റുക. ഇതുവരെ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വൃഥാവായെങ്കിൽ ഇതാ പ്രവർത്തിക്കുന്ന യേശു. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. തദനന്തരം എഴുന്നേറ്റുന്ന് പാട്ട് പാടണം. ദൈവസന്നിധിയിൽ കർത്തൃവേലയ്ക്ക് വേണ്ടി കാണിക്കർപ്പിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസന്മാർ ക്രമീകരിക്കും. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തിയവർക്കും ദൂരത്ത് നിന്ന് പ്രതികരിച്ചവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നാളെയും വരാം. കർത്തൃദാസന്മാരെ സന്ധിക്കുക. നിങ്ങളുടെ വേദനകളിൽ അവർ പക്ഷം ചേർന്ന് പ്രാർത്ഥിക്കും. അതിന് പണച്ചിലവൊന്നുമില്ല, അതിനൊന്നും ചിലവ് ചെയ്യണ്ട. ഏറ്റവും വലിയ ചിലവ് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെന്ന മഹത്തര യാഗവസ്തു തമ്പുരാൻ്റെ സന്നിധിയിൽ വരണം. യാഗപീഠത്തിൻ്റെ കനലിൽ ഒരു മൃഗം എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, കുറവുകൾ ഏറ്റുപറഞ്ഞ്, കരമുയർത്തിയവരോ അതിന് താല്പര്യപ്പെട്ടവരോ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തിന്മകൾ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഏറ്റുപറഞ്ഞ്, അപ്പാ ഞാൻ ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുന്നു, ഐ വാണ്ട് ബി ഫ്രീ, എനിക്ക് സ്വതന്ത്രരാകണം, ഞാനേതോ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു, ഇന്ന് പങ്കിടാൻ പോലും എനിക്ക് കഴിയാത്ത വിധത്തിൽ ഞാൻ പ്രതിസന്ധിയില്ല, ബട്ട് ഐ വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം. ഭാരപ്പെടേണ്ട കുഞ്ഞെ, യേശു നിന്നെ തൊട്ടിരിക്കുക, കർത്താവ് നിന്നെ കണ്ടിരിക്കുക, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിരിക്കുക. ഈ കൂടെ മാരക രോഗത്തിൻ്റെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ. തമ്പുരാനെ, അങ്ങ് പ്രപഞ്ചനാഥനാണ്, ഉലക സൃഷ്ടാവാണ്, ഞങ്ങളെ ഒഴിവാക്കിയവനാണ്. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ആ കണ്ണുകൊണ്ട് ഞങ്ങളെ കണ്ടവനാണ്. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ ഞങ്ങളെപ്പറ്റി എഴുതിയവനാണ്. അപ്പാ, സമർപ്പണം ചെയ്ത് അകത്തും പുറത്തും ഇരുന്ന് വചനത്തോട് പ്രതികരിച്ച അങ്ങനെ മക്കൾ, അവരിൽ നിന്നെ സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവർ, രോഗികളുണ്ടെങ്കിൽ അവർ, ഊരാക്കുടുക്കിൽപ്പെട്ട് രക്ഷയില്ലാത്തവരുണ്ടെങ്കിൽ അവർ, ബന്ധനസ്ഥർ, അന്ധകാരാവൃതമായ അനുഭവത്തിൽ തോറ്റുപോയവർ, ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ടവർ ആരുണ്ടിവിടെ? ഇന്ന് രാത്രി നസ്രയനായ യേശുവിൻ രക്തത്തിൻ ശക്തിയിൽ ഞങ്ങൾ അന്ധകാരത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചു തകർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമം ദേശത്ത് വിടുതലെടുക്കട്ടെ. യേശുവിൻ്റെ നാമം വലിയ പ്രവൃത്തി ചെയ്യട്ടെ.